2009 വിൻസ് മക്മാൻ ക്യാമറയിലേക്ക് നേരിട്ട് നോക്കിയ അവനെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദ ചോസൺ വൺ എന്ന് വിളിച്ചു. സ്വയം പൊരുതിയതിലല്ലാതെ ആ പ്രവചനം ഒരിക്കലും യാഥാർത്ഥ്യമായില്ല. ഒരു യുവ പ്രതിഭയിൽ നിന്ന് WWE നിന്ന് പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യനിലേക്ക് ഡ്രൂവിൻ്റെ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല. എന്നാൽ ഈ ശനിയാഴ്ച രാത്രിയിലെ പ്രധാന മത്സരം ആ പ്രവചനം ഒടുവിൽ പൂർണ്ണമാകുന്ന രാത്രിയായി മാറിയേക്കാം. ഇതൊരു കിരീടം നേടുന്നതിനെക്കുറിച്ചുള്ള കാര്യം മാത്രമല്ല, ഇത് വിധി അവനെ തേടിയെത്തുന്നതിനെക്കുറിച്ചുള്ളതാണ്. ഡ്രൂവിന് വീണ്ടെടുപ്പ് ആരംഭിച്ചത് 2020-ലാണ്. റോയൽ റംബിളിൽ ബ്രോക്ക് ലെസ്നറിനെ പുറത്താക്കി അവൻ ലോകത്തെ ഞെട്ടിച്ചപ്പോൾ WWE ഏറ്റവും ഇരുണ്ട അധ്യായത്തിലൂടെ, പാൻഡമിക് കാലഘട്ടത്തിലൂടെ അവൻ കമ്പനിയെ തോളിലേറ്റി. കാണികളില്ല, ആരവങ്ങളില്ല, ശുദ്ധമായ അഭിനിവേശം മാത്രം. ആരുടെയും ആർപ്പുവിളികളില്ലാതെ നിശബ്ദതയിൽ റെസിൽമേനിയ 36 അവൻ WWE ചാമ്പ്യനായി. ലോകം റെസ്ലിംഗ് കാണുന്നത് നിർത്തിയപ്പോഴും അവൻ കമ്പനിക്ക് വേണ്ടി പോരാടി. അതുകൊണ്ട് ലോകം മുഴുവൻ വീണ്ടും റെസ്ലിംഗ് കാണുമ്പോൾ ആ കിരീടം അവകാശപ്പെടാൻ അവന് അർഹതയുണ്ട്. 2021 ശേഷം ഡ്രൂവിന് മുന്നേറ്റത്തിന് മങ്ങലേറ്റ് തുടങ്ങി. 2022 ക്ലാഷ് അറ്റ് ദ കാസിൽ മത്സരത്തിൽ കാർഡിഫിൽ 60,000 ആരാധകർ അവനോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടും സോളോ സിക്കോയുടെ അരങ്ങേറ്റം കാരണം റോമൻ റെയ്ൻസ് കിരീടവുമായി മടങ്ങി. അവന് സ്വന്തം നാട്ടിൽ വെച്ച് ആ രാത്രി ഡ്രൂവിൻ്റെ ഹൃദയം തകർത്ത് കളഞ്ഞു. പിന്നീട് 2023 വന്നു. എങ്ങുമെത്താത്ത വൈരാഗ്യങ്ങൾ, വിജയിക്കാത്ത ചെറിയ പോരാട്ടങ്ങൾ, ഓരോ വലിയ മത്സരവും മറ്റൊരാൾക്ക് ശ്രദ്ധാകേന്ദ്രം നൽകി അവസാനിച്ചു. ഡ്രൂവിന് മത്സരങ്ങൾ മാത്രമല്ല, നിമിഷങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. 2024 ആയപ്പോഴേക്കും ആരാധകർ അവനെ അടുത്തെത്തുന്നവൻ, ദ നിയർലി മാൻ എന്ന് കളിയാക്കി വിളിക്കാൻ തുടങ്ങി. എപ്പോഴും അടുത്തെത്തുന്നു, എന്നാൽ ഒരിക്കലും ലക്ഷ്യരേഖ കടക്കാത്ത പോരാളി. അപ്പോഴാണ് റെസിൽമേനിയ 40 വന്നത്. ഡ്രൂ മാക്കിൻറ്റയറിന് ഒടുവിൽ അത് നേടാൻ സാധിച്ചു. സെത്ത് റോളിൻസിനെ തോൽപ്പിച്ച് WWE വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യനായി. അവൻ്റെ കണ്ണുകളിലെ ആ വികാരം എല്ലാം പറഞ്ഞിരുന്നു. അത് വീണ്ടെടുപ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമായിരുന്നു. എന്നാൽ ഒടുവിൽ താൻ മല കയറി കീഴടക്കി എന്ന് കരുതിയപ്പോഴേക്കും ഡേമിയൻ പ്രൈസിൻ്റെ തീം മ്യൂസിക് മുഴങ്ങി. കാണികൾ ഇരമ്പി. മണി ഇൻ ദ ബാങ്ക് ക്യാഷിൻ ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഡ്രൂവിൻ്റെ സ്വപ്നം പൊടി പടലമായി മാറി. മാസങ്ങളിലെ കഠിനാധ്വാനം, വർഷങ്ങളിലെ ത്യാഗം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. ആ നിമിഷമാണ് സ്കോട്ടിഷ് പോരാളി തകർന്നത്, തിരഞ്ഞെടുക്കപ്പെട്ടവൻ പൊട്ടിത്തെറിച്ചത്. ആ നിമിഷം മുതൽ ഡ്രൂ മാക്കിൻറ്റയർ കിരീടത്തിന് പിന്നാലെ ആയിരുന്നില്ല, അവൻ പ്രതികാരത്തിനായി വേട്ടയാടുകയായിരുന്നു. റെസിൽമേനിയയ്ക്ക് ശേഷം കോഡി റോഡ്സ് പ്രധാന താരമായി. കഥ പൂർത്തിയായി. എന്നാൽ ആവേശം പഴയതുപോലെ ആയിരുന്നില്ല. ഒരു കാലത്ത് ബ്ലഡ് ലൈൻ കഥകളാൽ നിറഞ്ഞു നിന്നിരുന്ന സ്മാക്ക് ഡൗൺ ഇപ്പോൾ ദിശയില്ലാത്ത ഒരവസ്ഥയിലെത്തി. റേറ്റിംഗുകൾ കുറഞ്ഞു. പ്രധാന മത്സരങ്ങൾ പ്രവചനാതീതമായി. കോഡിയുടെ ബേബി ഫേസ് ഭരണം വികാരപരമായിരുന്നെങ്കിലും ആരാധകരെ സീറ്റിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്ന തീവ്രതയും അപകടത്തിൻ്റെ അഭാവവും പ്രകടിപ്പിച്ചിരുന്നു. അവിടെയാണ് ഡ്രൂ മാക്കിൻറ്റയർ എല്ലാം മാറ്റുന്നത്. അവനൊരു കോർപ്പറേറ്റ് ഹീറോ അല്ല, അവൻ യുദ്ധം കണ്ട ഒരു പോരാളിയാണ്. അവൻ്റെ ദേഷ്യം, നിരാശ, യാഥാർത്ഥ്യം എന്നിവ അവനെ റോസ്റ്ററിലെ മറ്റാരേക്കാളും മനുഷ്യനാക്കുന്നു. ഡ്രൂ റിങ്ങിലേക്ക് നടക്കുമ്പോൾ ആളുകൾ എന്തെങ്കിലും അനുഭവപ്പെടുന്നു. അവർ കൂവുകയാണെങ്കിലും കൈയടിക്കുകയാണെങ്കിലും. സ്മാക്ക് ഡൗണിന് ഇപ്പോൾ അത്യാവശ്യമായ വികാരം അവൻ പ്രധാന മത്സര രംഗത്തേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഡ്രൂ മാക്കിൻറ്റയറിന് ഈ പുതിയ രൂപം അവൻ്റെ കരിയറിലെ മികച്ചതാണ്. അവൻ ഇനി ആരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. അവൻ ദേശക്കാരനാണ്, ക്രൂരനാണ്, അപകടകരമായ വിധം സത്യസന്ധനാണ്. താൻ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ചതിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു വില്ലൻ. അവൻ്റെ പ്രോമോകൾ ഹൃദയത്തിൽ തട്ടുന്നത് സത്യത്തിൽ നിന്നും വരുന്നത് കൊണ്ടാണ്. കോവിഡിൽ കമ്പനിയെ മുന്നോട്ട് നയിച്ചതിനെക്കുറിച്ച്, റെസിൽമേനിയയിൽ കൊള്ളയടിക്കപ്പെട്ടതിനെക്കുറിച്ച്, തെറ്റായ ആളുകൾക്ക് വേണ്ടി ആർപ്പുവിളികൾ നടത്തുന്ന ആരാധകരെക്കുറിച്ച്, അത് യാഥാർത്ഥ്യമാണ്. അതാണ് അവനെ ആകർഷണനാക്കുന്നത്. ഒരു ചാമ്പ്യൻ എന്ന രീതിയിൽ ഡ്രൂവിന് ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കം കുറിക്കാൻ കഴിയും. ബ്രോൺ ബ്രേക്കർ, LA നൈറ്റ്, പെൻറ്റ, റേ ഫിനിക്സ്, ജേക്കബ് ഫാറ്റു, സോളോ സിക്കോവ
എന്നിവരുമായി തീ വാറുന്ന മത്സരങ്ങളും വൈരാഗ്യങ്ങളും. താൻ നൽകിയ എല്ലാത്തിനും ശേഷം ഡ്രൂ മാക്കിൻറ്റയറിന് ശരിക്കും നിലനിൽക്കുന്ന ഒരു ചാമ്പ്യൻ ഭരണത്തിന് അർഹതയുണ്ട്. ഈ കാലഘട്ടത്തെ നിർവചിക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് റൺ. പരിക്കുകളിലൂടെ അവൻ പോരാടി, ബ്രാൻഡുകളെ തോളിലേറ്റി. ബാഡ് ബ്ലഡ് 2021 ഹെൽ ഇൻ ദ സെൽ മത്സരത്തിനുള്ളിൽ ഈ വർഷത്തെ മികച്ച മത്സരം നൽകി അവിടെ അവൻ രക്തം ചീന്തി പൊരുതി. എന്നിട്ടും അഭിമാനത്തോടെ നടന്നു പോകുന്നു. ഒരു മത്സരം ഒരു കാര്യം തെളിയിച്ചു. ഡ്രൂ മാക്കിൻറ്റയർ വെറും ഒരു സൂപ്പർ സ്റ്റാർ അല്ല. അദ്ദേഹം പ്രൊഫഷണൽ റെസ്ലിംഗ് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു വർക്ക് ഹോഴ്സാണ്. മനക്കരുത്തും വേദനയും അഭിനിവേശവുമായി ആണ് അദ്ദേഹം നിലനിൽക്കുന്നത്. ഡ്രൂവിന് ഒരു നീണ്ട ചാമ്പ്യൻഷിപ്പ് റണ്ണിനുള്ള നൽകുന്നത് ഒരു ദാനമല്ല, അതൊരു നീതിയാണ്. ലോകം നിശബ്ദമായി ഇരുന്നപ്പോൾ കമ്പനിയെ മുന്നോട്ട് നയിച്ച വ്യക്തിക്കുള്ള അംഗീകാരമാണത്. കൂടാതെ ക്ലേമോർ പതിപ്പിക്കുമ്പോഴല്ല കാണികളെ തൻ്റെ കൈവെള്ളയിൽ നിർത്തുന്ന ആ പോരാളിക്കുള്ള അംഗീകാരവുമാണത്. ഒരു യഥാർത്ഥ ചാമ്പ്യൻ്റെ കഥയ്ക്ക് ഹൃദയഭേദകമായ നിമിഷങ്ങളും വേദനയും ഒടുവിൽ ഫലപ്രാപ്തിയും ആവശ്യമാണ്. ഡ്രൂ മാക്കിൻറ്റയർ ആദ്യത്തെ 2 കാര്യങ്ങളും ഇതിനകം അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സമയമായിരിക്കുന്നു ആ ഫലപ്രാപ്തിക്ക്.